BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം, M5 ലൈവിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്ന അദാനി വിഴിഞ്ഞം പ്രൈവറ്റ് പോർട്ട് ലിമിറ്റഡിന്റെ 49% ഓഹരികൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വിൽക്കാനുള്ള അവരുടെ തീരുമാനത്തിൽ വിവാദം തുടരുന്നു. നേരത്തെ വിൽക്കുന്ന കാര്യം സംസ്ഥാന സർക്കാരിനെ അനൌദ്യോഗികമായി അറിയിച്ച അദാനി ഗ്രൂപ്പ് വീണ്ടും ഓഹരി ഇടപാടിന് അനുവാദം തേടി ഔദ്യോഗികമായി തന്നെ കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ ഓഹരി ഇടപാടിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കത്തിനെതിരെ മുഖ്യമന്ത്രി VD സതീശൻ രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അദാനി കമ്പനിയുടെ ഓഹരി വിൽപ്പനയിൽ ഈ സർക്കാർ ഒരു അനുമതിയും നൽകിയിട്ടില്ലെന്ന് പിണറായി വിജയനുള്ള മറുപടി കത്തിൽ സതീശൻ വ്യക്തമാക്കി. ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്ത് ഇത് സംബന്ധിച്ച് നടത്തിയ നടപടിയുടെയോ ചർച്ചയുടെയോ ആശയവിനിമയത്തിന്റെയോ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ അദ്ദേഹം പിണറായിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. തുറമുഖ നിർമ്മാണത്തിന് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ കൺസെഷൻ കരാറിലെ വ്യവസ്ഥ 5(3) പ്രകാരം 25% കൂടുതൽ ഓഹരികൾ കൈമാറ്റം നടത്തുന്നതിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാണ്. ജൂലൈ 1 വൈകിട്ടാണ് അദാനി ഗ്രൂപ്പിൽ നിന്നുള്ള ആദ്യ കത്ത് ലഭിച്ചത്. സർക്കാരിന്റെ മുൻകൂർ അനുമതി തേടാതെ അദാനി കമ്പനി ഓഹരി കൈമാറ്റത്തിന്റെ ഭാഗമായി സെബിയെ സമീപിച്ചതിന്റെ അടുത്ത ദിവസം തന്നെ സർക്കാർ അവരെ അതൃപ്തി അറിയിച്ചിരുന്നു. ജൂലൈ 3 അവർ മറ്റൊരു കത്ത് സർക്കാരിന് നൽകി. വിഷയം പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു എംപവേർഡ് കമ്മിറ്റിയെ മന്ത്രിസഭ ചുമതലപ്പെടുത്തി. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് VD സതീശന്റെ വാദം. വിഴിഞ്ഞം പ്രശ്നത്തിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ അഴിമതി ആരോപണം ഉന്നയിച്ചെങ്കിലും CPM-ൽ ഇക്കാര്യത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസവും മറനീക്കി പുറത്തുവന്നു. പാർട്ടിയിലെ ഉന്നത നേതാക്കളടക്കം പരസ്യമായി പ്രതികരണവുമായി പുറത്തു വന്നതോടെ പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസവും പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പുമാണ് ഇതിന് കാരണമെന്ന നിരീക്ഷണവും ശക്തമായി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ CPM ഔദ്യോഗിക നിലപാടിനെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി തള്ളിപ്പറഞ്ഞു. ഓഹരി കൈമാറ്റത്തിൽ അഴിമതിയുണ്ടെന്ന് പറയാൻ താനില്ലെന്നും കരാർ ഭേദഗതി ഒന്നും അത്ര എളുപ്പമല്ലെന്നും ജയരാജൻ തുറന്നടിച്ചു. വിഴിഞ്ഞം വിഷയത്തിൽ വിവാദമുണ്ടാക്കുന്നത് കേരളത്തിനൊട്ടും ഗുണകരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആരെങ്കിലും അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അത് വിശദീകരിക്കട്ടെ. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ആര് വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്നും ജയരാജൻ ആവർത്തിച്ചു. അഴിമതിയുണ്ടെന്നാരോപിച്ച് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് മുഖ്യമന്ത്രിയോട് 5 ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചവരോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു മറുപടി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ വിവാദത്തിലേക്ക് പോയി അതിന്റെ പ്രവർത്തനങ്ങൾ നിർജ്ജീവമാക്കുന്നത് ഗുണകരമല്ല. നിലവിലുള്ള കരാർ വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു കരാറുകാരന് മാത്രമായി ഭേദഗതി വരുത്താനോ പുറം കരാർ ഉണ്ടാക്കാനോ ആരെയെങ്കിലും പുതിയതായി ഓഹരി ഉടമയാക്കി ചേർക്കാനോ കഴിയില്ല. ഇക്കാര്യങ്ങൾ ഗ്രൂപ്പ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ തർക്കമുണ്ടെന്ന് കരുതുന്നുമില്ല, ജയരാജൻ വിശദീകരിച്ചു. സാധാരണയായി MV ഗോവിന്ദനെതിരെ നിലപാടെടുക്കുന്ന EP ജയരാജൻ ഇന്ന് വരെ പിണറായി വിജയനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. വിഴിഞ്ഞം പ്രശ്നത്തിൽ നടാടെ പിണറായിയുടെ നിലപാടിനെ തള്ളി ശക്തമായി രംഗത്ത് വന്ന EP ജയരാജൻ രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഓഹരി കൈമാറ്റത്തെ അനുകൂലിച്ച CPM മുഖപത്രം ദേശാഭിമാനിയെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളിപ്പറയുകയും ചെയ്തു. കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനുമാണ് പത്രത്തിന്റെ ചുമതല. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഡൽഹിയിൽ ചേർന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും വിഴിഞ്ഞം ചർച്ചാ വിഷയമായതായാണ് സൂചന. പാർട്ടിയിൽ രണ്ടഭിപ്രായമില്ലെന്നും തുറമുഖം കേരളത്തിന്റെ വികസനത്തിന് പ്രധാനപ്പെട്ടതാണെന്നും അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണമെന്നും അദാനിക്ക് ഓഹരി കൈമാറ്റം നടത്തി 13,000 കോടി രൂപ കിട്ടണമെന്നുമാണ് നിലപാട്. അതിന് കേരള സർക്കാരിന്റെ അനുവാദം കൂടിയേ കഴിയൂ. മുൻകൂർ അനുമതി വേണമെന്നും ടെർമിനൽ സ്വന്തമായി ഉള്ളത്
കരാറാകുമോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നുമാണ് പ്രശ്നമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് ഡൽഹിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. വിഴിഞ്ഞത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടത്തെക്കാൾ വലിയ ഏറ്റുമുട്ടലിലേക്കാണ് CPM-ലെ നേതൃത്വം മുന്നോട്ടു പോകുന്നത്. അഴിമതി ആരോപണത്തിനെ അനുകൂലിച്ചും എതിർത്തും നേതാക്കൾ ചേരിതിരിഞ്ഞ് പ്രസ്താവന നടത്തുന്നത് CPM-ന്റെ ചരിത്രത്തിലും ആദ്യം തന്നെയാണ്. വിവാദങ്ങൾക്കിടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറുന്നതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് ഷിപ്പിംഗ് രംഗത്തെ വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറിയുമായിരുന്ന K. മോഹൻദാസ്, കൊച്ചി തുറമുഖ ട്രസ്റ്റിന്റെ മുൻ ചെയർമാനും മുൻ ചീഫ് സെക്രട്ടറിയുമായ പോൾ ആന്റണി, മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ എന്നിവർ ഇത് സംബന്ധിച്ച് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. സിംഗപ്പൂരിനോടും അതിവേഗം വളരുന്ന കൊളംബോയോടും മത്സരിക്കാൻ വിഴിഞ്ഞം സജ്ജമാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തിയാക്കുകയും പൂർണ്ണ സജ്ജമാവുകയും വേണം. അതിന് വിദേശ നിക്ഷേപം ആവശ്യമാണെങ്കിൽ വരട്ടെ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒപ്പുവെച്ച കരാർ അനുസരിച്ച് നിർമ്മാണ വേളയിൽ 49% ഓഹരികളും അതിനുശേഷം 74% ഓഹരികളും വിറ്റഴിക്കാൻ അദാനി ഗ്രൂപ്പിന് അനുവാദമുണ്ട്. പക്ഷേ 25%-ൽ മുകളിലുള്ള ഏത് ഓഹരി വിൽപ്പനയും കേന്ദ്ര സർക്കാരും കേന്ദ്ര കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നിവയും മുൻകൂർ അനുമതി നൽകണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ദേശീയ സുരക്ഷയുടെയോ പൊതു താൽപര്യത്തിന്റെയോ അടിസ്ഥാനത്തിൽ അനുവാദം നിഷേധിക്കാം. അന്താരാഷ്ട്ര തലത്തിൽ പല തുറമുഖങ്ങളിലും ഇത്തരം ഓഹരി കൈമാറ്റം സർവ്വസാധാരണമാണെന്നും ഭാരതത്തിൽ തന്നെ മുന്ദ്ര മുതൽ എന്നൂർ വരെയുള്ള പല തുറമുഖങ്ങളിലും ഈ തരത്തിൽ ഓഹരി കൈമാറ്റം നടന്നിട്ടുണ്ടെന്നും മഹാരാഷ്ട്രയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖത്തിലും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് തന്നെയാണ് ഓഹരി കൈമാറിയിട്ടുള്ളതെന്നും വിദഗ്ധർ പറയുന്നു. വിഴിഞ്ഞത്തിന്റെ പേരിൽ വിവാദം സൃഷ്ടിച്ച് മൂന്നാം ഘട്ടം വൈകിപ്പിക്കുന്നതിന് പകരം നിയമപരമായി പ്രശ്നം പരിഹരിക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന വികാരം. എല്ലാ വികസന പദ്ധതികളും വിവാദം സൃഷ്ടിച്ച് തടയുന്ന പതിവ് രീതിക്ക് പകരം കേരളത്തിന്റെ വികസനത്തിനും തൊഴിൽ സാധ്യതയ്ക്കും ഉതകുന്ന രീതിയിൽ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.